ഈ ചിലരെയൊക്കെ ഉയർത്താൻ വേണ്ടി ദൈവം മറയ്ക്കും കേട്ടോ. ഇന്ന് രാവിലെ ദൈവം തന്നൊരു വെളിപ്പാടാ. ഉയർത്താൻ വേണ്ടി മറയ്ക്കും എന്ന് പറഞ്ഞ എല്ലാരും പറഞ്ഞു. രംഗത്ത് സജീവമായി നിന്നൊരു വലിയ സൈന്യാധിപൻ, അടുത്ത ഫറവോ ആകേണ്ടിയവൻ, ഒരു ദിവസം നേരം എടുത്തപ്പോ കളത്തിലില്ല. നാട്ടുകാർ മുഴുവൻ മഷിയിട്ട് നോക്കിയിട്ട് ആ മനുഷ്യനെ 40 വർഷം കണ്ടില്ല. എവിടെയാന്ന് പോലും അറിയത്തില്ല. രംഗത്ത് സജീവമായി നിന്ന ഒരുത്തനെ തമ്പുരാൻ 40 വർഷത്തേക്ക് ഒറ്റ മറയ്ക്കാം. സ്തോത്രം. 4 ദിവസം കഴിഞ്ഞാൽ മറക്കുന്ന നമ്മൾ 40 ദിവസം കൊണ്ട് അവളുടെ പേര് വരെ മറന്നു. പക്ഷെ 40ാമത്തെ ദിവസം ദൈവം ഒന്ന് ഉയർത്തി. പിന്നത്തെ ഒരു 40 വർഷം ചെങ്കടലിനോ യോർദാനോ മാറായിക്കോ ഒന്നും തന്നെ തടയാൻ കഴിഞ്ഞില്ല. മറയ്ക്കുന്നത് ഉയർത്താനാന്ന് രാവിലെ ആത്മാവ് പറയുന്നു. ചില ദിവസങ്ങളിലേക്ക് നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് ആരാധിച്ചോണം ഇന്ന് പകൽ. ചില സമയത്തേക്ക് ദൈവം നിന്നെ ഒന്ന് മറയ്ക്കുന്നെങ്കിൽ ഹല്ലേലൂയ. അപ്പന്റെ അനുഗ്രഹം വാങ്ങി സഹോദരന്മാർക്ക് കൊടുക്കാൻ ഒരു കൊട്ടയ്ക്കകത്ത് അപ്പവുമായിട്ട് ഒരു ചെറുക്കം വീട്ടിൽ നിന്ന് നല്ല നിലയൊക്കെ ഇട്ടുകൊണ്ട് പോയതാ. പിന്നെ 13 വർഷം അവനെ ആരും കണ്ടിട്ടില്ല. സ്തോത്രം. ഈ പൊട്ടക്കണ്ടി പോയെന്ന് ചേട്ടന്മാർക്കറിയാം, അടിവ് വ്യാപാരി കൊണ്ടുപോയെന്ന് വരെ അവർക്കറിയാം. പിന്നെ അവർക്കും ഒന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ പരന്ന കഥ ദുഷ്ടമൃഗം അവനെ എന്ത് ചെയ്തു? കടിച്ചു കീറി കൊന്നു. പ്രൈസ് ദി ലോർഡ്. രംഗത്തുനിന്ന് അവൻ മറഞ്ഞു. പ്രാർത്ഥനാ മുറിയിൽ ഇപ്പോൾ അവനില്ല. വെളിപ്പാട് പ്രാപിക്കുന്ന മുറിയിൽ അവനില്ല. പിശാച് പറഞ്ഞ് അവൻ തീർന്നു. ഇല്ല. അവനെ മിസ്രൈമിലെ രാജാവ് ഉയർത്തിക്കൊണ്ടുവന്നു. മറയ്ക്കുന്നത് ഉയർത്താനാ. ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വീട്ടിൽ നിന്ന് ജോലി തേടി ഷൗമേൽ ബ്രിങ്കിലിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, കണ്ടാ വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ പേഴ്സണാലിറ്റി ഇല്ല, വെച്ചുകെട്ടൊന്നുമില്ല. അവൻ വില്യം മൂത്ത് എന്ന് പറയുന്ന വലിയ ദൈവദാസന്റെ പുറകെ നടന്ന ഒരു ചെറിയ ജോലിതാ. കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ടൊരു ചെറിയ പണി തന്നാ മതി. വില്യം മൂത്ത് പറഞ്ഞു, ഇവിടെ നിന്നെ ഒന്നും പണിക്കെടുക്കാനുള്ള പണിയൊന്നും ഇവിടെ ഇല്ല, വേറെ പണി നോക്കാൻ പറഞ്ഞു. അവൻ പോയില്ല. ആട്ടിവിട്ടിട്ടും പോയില്ല. ഇവൻ പോത്തിരുന്നാണോ പറഞ്ഞുകൊണ്ട് ആ ഷൂ ഇരിക്കുന്ന ട്രാക്കിനകത്ത് കയറി ഷൂ പോളിഷ് കൊണ്ടിരുന്നോളാൻ പറഞ്ഞു. 16 വർഷം ഷൂ പോളിഷ് ചെയ്യുന്ന റൂമിനകത്ത് അവനെ അടച്ചു. 16 വർഷം വീട്ടുകാരവനെ കണ്ടില്ല. സ്തോത്രം പറയണം. അവൻ തീർന്നെന്ന് എല്ലാരും പറഞ്ഞു. പക്ഷെ 16ാമത്തെ ദിവസം 16ാമത്തെ വർഷം 50,000 പേര് പങ്കെടുക്കുന്ന കൺവെൻഷന്റെ സമാപന രാത്രിയിൽ സ്റ്റേജിൽ അവൻ പൊങ്ങി. എന്റെ ദൈവം താഴ്ത്തുന്നവനും ഉയർത്തുന്നവനുമാ. ഇന്ന് പോലെ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, ഇനി ഉയരത്തിലെന്ന് വാദിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ കരച്ചിലരെ ഇന്ന് പോലെ പിടിച്ചുയർത്താൻ പോകുകയോ. ഹല്ലേലൂയ.